പ്രതിഭാശാലിയായ കവിയാണ് ശ്രീ വിഷ്ണുപ്രസാദ്. നട്ടലുള്ള കവിതകൾ അദ്ദേഹം ധാരാളമായി രചിച്ചിട്ടുമുണ്ട്. പക്ഷെ ചില കവികൾക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ പോകുക എന്നതൊരു ദുഃഖമാണ്. അവർക്കല്ല, അവരുടെ കാമ്പ് തിരിച്ചറിയുന്ന വായനക്കാർക്ക്. വിഷ്ണുപ്രസാദ് എഴുതിയ ഞെട്ടിക്കുന്ന ഒരു കവിതയുണ്ട്, ലിംഗവിശപ്പ്. മലയാളി പുരുഷ മനസ്സിലെ അടിച്ചമർത്തപ്പെട്ടതും പൊട്ടിത്തെറിക്കുന്നതുമായ ലൈംഗിക അഭിലാഷത്തെ മറയില്ലാതെ സംബോധന ചെയ്യുന്ന ആവിഷ്കാര രീതിയാണ് വിഷ്ണുപ്രസാദിൻ്റേത് എന്ന് കവി സച്ചിദാനന്ദൻ നിരീക്ഷിച്ചത് ഈ കവിതയെ സംബന്ധിച്ച് 100% ശരിയാണ്. കവിതയിലേക്ക് വരാം. ഇണചേരാൻ സമ്മതിക്കാമോ എന്ന് എത്രയോ സ്ത്രീകളോട് ചോദിക്കാൻ മുട്ടിയ പുരുഷ മനസ്സിൽ കിടത്തിയും ഇരുത്തിയും നിർത്തിയും കാമശാസ്ത്രത്തിലെ മുഴുവൻ മുറകളും അഭ്യസിച്ചതാണ്. എന്നിട്ടും ഒരിക്കൽ പോലും ചോദിച്ചില്ല കവിതയിലെ നായകൻ. ലിംഗത്തിന്റെ വിശപ്പോളം ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും എന്നയാൾ കൂട്ടിച്ചേർക്കുന്നു. മാന്യത, അന്തസ്, ആഭിജാത്യം, കുലീനത, ഇന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ വാക്കുകൾ. പക്ഷേ ആ വാക്കുകൾക്കുള്ളിലാണ് വലിയൊരു ശതമാനം പുരുഷന്മാരും ഒളിച്ചിരിക്കുന്നത്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വേർതിരിവും ഇവിടെയാണല്ലോ. വിവേകം, തിരിച്ചറിവ്, ആത്മബോധം, ഈശ്വരവിശ്വാസം, പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള അവബോധം, ഇങ്ങനെ അനേകം മാനുഷിക മൂല്യങ്ങളോടും നമുക്കിതിനെ ചേർത്ത് വയ്ക്കാം. എന്നാലും ഈ കവിതയിൽ സത്യമുണ്ട്. ഉടയാടകൾ വലിച്ചെറിഞ്ഞ് മനസ്സാക്ഷിയുടെ മുന്നിൽ നഗ്നമായി നിൽക്കുന്ന മനുഷ്യ മനസ്സിനെ നമുക്ക് ഈ കവിതയിൽ കാണാം. അതിനാൽ ഈ കവിത എഴുതിയ മനുഷ്യനെ നാം മാന്യതയുടെ പേരിൽ കല്ലെറിയരുത്. ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ കവിതയിലെ സത്യത്തെ തിരിച്ചറിയുക. അതെഴുതിയ ആളെ ഉള്ളിലെങ്കിലും അഭിനന്ദിക്കുക. അപമാനവും നിന്ദയും ഭയന്ന് സത്യങ്ങൾ മറച്ചുപിടിക്കുന്ന മറ്റൊരു സമൂഹ ജീവിയാണ് താൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, കടുകിട തെറ്റിയാൽ ബലാത്സംഗം ചെയ്തു പോകുന്ന ആ കുറ്റവാളി ഞാൻ തന്നെയാണ് എന്ന് കുറ്റസമ്മതം നടത്തുന്ന കവിയുടെ സത്യസന്ധതയെയും എല്ലുറപ്പിനെയും മാനിക്കുക തന്നെ വേണം. കാപട്യത്തെയും മുഖംമൂടികളെയും സർവാത്മന സ്വീകരിക്കുകയും സത്യസന്ധതയെയും തുറന്നു പറച്ചിലുകളെയും നിരാകരിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യജീവികൾ, സമൂഹജീവികൾ ആയി കഴിഞ്ഞുകൂടിയാൽ മതിയോ നമുക്ക്?